നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എൻ്റെ പടവല തോട്ടത്തിലാട്ടോ. തോട്ടത്തൊന്നും പറയാൻ പറ്റില്ല, ഒരൊറ്റൊരു വള്ളി പടവലാണ്. പടവല കണ്ടില്ലേ, നന്നായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പടവലത്തിനൊന്നും കല്ല് കെട്ടിയിരുന്നില്ല. അപ്പോൾ കവറിൻ്റെ അകത്ത് കിടന്നിട്ട് പടവലൊക്കെ വളഞ്ഞ് പൊളഞ്ഞു പോയിരിക്കുകയാണ്. ഈ പടവലം ഇത് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. താഴെ തട്ടിയതിന് ശേഷം കേട്ടോ ഇത് വളയാൻ തുടങ്ങിയത്. ഇതില്ലേ ഇത്രയും ഹൈറ്റ് നിന്നാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു പടവലുണ്ട്. ഇനി ഇവിടെ ഒരെണ്ണം ചെറുത് ഉണ്ടായി വരുന്നുണ്ട്, അത് വളഞ്ഞു വരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു കല്ല് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇതിന് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ ഈ പടവലം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമ്മുടെ പടവലം നമുക്ക് ഹാൻഡ് പോളിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ പടവലത്തിൻ്റെ വള്ളി കേട്ടോ. ഇത് താഴേന്ന് വരുന്നതാണ്. ഇപ്പോൾ ടെറസിൻ്റെ പകുതി ദൂരെ എത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പടവലം ഫ്ലവറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തന്നെ ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഫീമെയിൽ ഫ്ലവർ ആവേണ്ടതായിരുന്നു, പക്ഷേ ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. പടവലത്തിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ. ഞാനൊരു ഫീമെയിൽ ഫ്ലവർ കാണിച്ചു തരാം. ഇതാ, ഇത് ഫ്ലവർ ആയിട്ടില്ല, പക്ഷേ ഇത് ഫീമെയിൽ ബഡ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അടിയിലുള്ളതാണ് മെയിൽ ഫ്ലവറായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഉണ്ട് ഒരെണ്ണം, ചെറുതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അതൊരു 3 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വരും. ഇത് അടുത്തടുത്ത് ഒരുപാട് ഫീമെയിൽ ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഫീമെയിൽ ബഡ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ കാണുന്നുണ്ടോ, ഇതാ ഇവിടെ ഒരു ബഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഇവിടെ കുറേ ഫീമെയിൽ ബഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്നത് ഈ ഫീമെയിൽ ഫ്ലവറിനെ കേട്ടോ. ഈ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം കായ വരുന്നൊരു ഭാഗം പടവലം പോലെ തന്നെ നീണ്ടു വരുന്നുണ്ട്. ഇതാണ് ഫീമെയിൽ ഫ്ലവർ. പിന്നെ ഇതിപ്പോൾ അപ്സ്റ്റെയറിൽ എത്തിയിരിക്കുകയാണല്ലോ. നമ്മൾ താഴെ വളർത്തുന്ന അത്രയും പോളിനേഷന് ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് പോളിനേറ്റ് ചെയ്താൽ ഇനി കായ്ക്കില്ല എന്നുള്ളൊരു പേടി വേണ്ട നമുക്ക്. ഈ കാണുന്നതാട്ടോ മെയിൽ ഫ്ലവർ. ഇത് കണ്ടില്ലേ, ഇത് വിരിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മെയിൽ ഫ്ലവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എടുക്കാം. ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞു വന്ന ഫ്ലവറാണ്. ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ചെടുത്തിട്ടുള്ള മെയിൽ ഫ്ലവറാണിത്. നമുക്കിതിൻ്റെ പെറ്റൽസൊക്കെ പറിച്ച് കളയാം. ശ്രദ്ധിച്ചിട്ട് തന്നെ പറിച്ചെടുക്കണം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇനി ഈ മെയിൽ ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവറിൽ കൊണ്ടുപോയി വെക്കുക വേണ്ടത്. അതായത് ഇവിടുത്തെ പൂമ്പൊടി നമ്മുടെ ഫീമെയിൽ ഫ്ലവറിൽ വെച്ചെടുക്കും. നമ്മൾ പൂമ്പാറ്റികളാണെങ്കിലും തേനീച്ചകളാണൊക്കെ ചെയ്യുന്നത് നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരു 99% നമുക്ക് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഫീമെയിൽ ഫ്ലവറിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പൂമ്പൊടി ഇവിടെ വീഴ്ത്തണം, അത്രേ വേണ്ടുള്ളൂ. നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 90 to 99%, 100% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇത് കായായി മാറുന്നുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന വിത്തുകളുടെ എണ്ണം കൂടുതലായിരിക്കും കേട്ടോ. സാധാരണ ചെറുതായിട്ടൊരു അംശം മാത്രമേ പൂമ്പൊടി വീഴുള്ളൂ, പക്ഷേ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അറിയാം കേട്ടോ നമ്മുടെ ഈ ഹാൻഡ് പോളിനേഷൻ സക്സസ് ആയോ അതോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ പോളിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പടവലാണ് നിങ്ങൾ നേരത്തെ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.